കൊല്ലം കോർപ്പറേഷനെതിരെ അഴിമതി ആരോപണവുമായി ബി.ജെ.പി. ടൗൺഹാളും സ്റ്റേഡിയവും നവീകരിക്കുന്നതിന്റെ മറവിൽ ഭരണസമിതി നടത്തിയത് കോടികളുടെ അഴിമതി. നിലവിലെ നവീകരണം കൊണ്ട് നഗരസഭയ്ക്കോ ജനങ്ങൾക്കോ പ്രയോജനമില്ലെന്ന് ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ ഗിരീഷ് മങ്ങാട് പറഞ്ഞു. കൊല്ലം കോർപ്പറേഷന്റെ ഉടമസ്ഥതയിലുള്ള സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളും ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയവും നവീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട കോടികളുടെ അഴിമതിയാണ് ബി.ജെ.പി. ചൂണ്ടിക്കാട്ടുന്നത്. ടൗൺ ഹാൾ ഡൈനിങ് ഫ്ലോറിലും ഒന്നാം നിലയിലും AC യൂണിറ്റ് സ്ഥാപിക്കുന്നതിനായി അനുവദിച്ച ഫണ്ടുകളിൽ പകുതി പോലും ചിലവായില്ല. കാലങ്ങളായി കോർപ്പറേഷൻ ടൗൺ ഹാളിന്റെയും സ്റ്റേഡിയത്തിന്റെയും പേരിൽ അഴിമതി തുടരുന്നുവെന്ന് ബി.ജെ.പി. പാർലമെന്ററി പാർട്ടി ലീഡർ ഗിരീഷ് മങ്ങാട് പറഞ്ഞു. സ്റ്റേഡിയം വിപുലീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നാൾക്ക് നാൾ വർഷം തോറും ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഈ രണ്ട് സ്ഥാപനങ്ങൾക്കും മാത്രമായിട്ട് ഇങ്ങനെ ചെലവഴിച്ചു കൊണ്ട് പോകുന്നത് ചില ആൾക്കാരുടെ പോക്കറ്റിലേക്ക് തുകകൾ പോകുന്നതിന് അത് കൃത്യമായിട്ട് നമുക്കത് മനസ്സിലാക്കാം എങ്ങനെയൊക്കെയാണ്. കാരണം ഇത്രത്തോളം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചും നവീകരിക്കേണ്ടതായിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും നമ്മളെ ടൗൺ ഹാളുമായിട്ട് ബന്ധപ്പെട്ടോ സ്റ്റേഡിയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടോ നാളെ ഇതുവരെയായിട്ട് നടന്നിട്ടില്ല. കാര്യമായിട്ടുള്ള ഒരു പുനർനിർമ്മിതി ഒന്നും നമ്മുടെ സ്റ്റേഡിയവും അതേപോലെ തന്നെ ടൗൺ ഹാളും നടന്നിട്ടില്ലെങ്കിലും കോടിക്കണക്കിന് രൂപ അതിൻ്റെ പേരിൽ എഴുതി മാറ്റിയത് എങ്ങോട്ടൊക്കെ പോയി നമുക്ക് ടൗൺ ഹാളിന് പോയിട്ടുണ്ടോ സ്റ്റേഡിയത്തിന് പോയിട്ടുണ്ടോ എന്നല്ല, ആരുടെയൊക്കെ പോക്കറ്റിലേക്ക് പോയിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചിന്തിക്കേണ്ടത്. മേയറുടെ മകളുടെ ആഡംബര വിവാഹം നടത്താനാണ് ടൗൺ ഹാൾ അടുത്തിടെ മോടി പിടിപ്പിച്ചതെന്ന് അദ്ദേഹം ആരോപിച്ചു. മുൻ മേയറുടെ മകളുടെ വിവാഹമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏതാണ്ട് 56 ലക്ഷത്തോളം രൂപയാണ് നമ്മളെ ഈ ടൗൺ ഹാളിൻ്റെ നവീകരണത്തിനും പുതിയ കർട്ടനുകൾ ഉൾപ്പെടെയുള്ളവ അവിടെ നിർമ്മിക്കുന്നതിനും അതേപോലെ തന്നെ പുതിയൊരു വാതിലൊക്കെ അതിനുവേണ്ടി സ്ഥാപിക്കുന്നതിനും കാര്യം കൂടുതൽ ആൾക്കാർ വരുന്നത് കൊണ്ട് അവിടെ കിഴക്ക് സൈഡിൽ പുതിയൊരു വാതിലൊക്കെ ഇട്ടു. അതാണ് ഞാൻ പറയുന്നത്. കാരണം അനാവശ്യമായിട്ട് പൊതുജനങ്ങളുടെ പണം എങ്ങനെയൊക്കെ ദൂരത്ത് ചെയ്യാം, സ്വന്തം ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാം എന്നതിനൊരു മാതൃകയാണ് കൊല്ലം കോർപ്പറേഷനിലെ ഭരണസമിതി എന്ന് പറയുന്നത്. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടം കോടിക്കണക്കിന് രൂപ മുടക്കി വീണ്ടും നവീകരിക്കുന്നതിൽ കോർപ്പറേഷൻ ഭരണസമിതിക്ക് യാതൊരുവിധ ആസൂത്രണവുമില്ല. ഇടതുഭരണത്തിന്റെ വർഷങ്ങളായുള്ള അഴിമതിക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തുമെന്ന് ബി.ജെ.പി. അറിയിച്ചു. ജനം, കൊല്ലം.